ഒരു വലിയ സ്വപ്നലോക ഭൂമിയായിരുന്നു ഇത്. ഏത് വർഷമെന്നൊന്നും എനിക്ക് പറയാൻ പറ്റൂല. ഏത് വർഷം ഒന്ന് ഓർത്തെടുത്താൽ പറ്റുമായിരിക്കും. പക്ഷേ ഞാൻ 6ാം ക്ലാസ് 7ാം ക്ലാസ്സും പഠിച്ചതിൻ്റെ ഓർത്തിലാണിത്. എൻ്റെ ഇവിടുത്തെ അവസ്ഥ എന്തിനാണെന്നുള്ളത് അങ്ങോട്ടൊക്കെ പോയി നോക്കാൻ പോലും ഒരു നിവൃത്തിയില്ല. ഇത് നമ്മളെ പഠിക്കുന്ന ഒരു ഹാളാണ് കേട്ടോ. നമ്മൾ സ്റ്റുഡൻസ് എല്ലാം കൂടെ ഇരുന്ന് പഠിക്കുന്ന ഹാളാണ്. പ്രെയർ പ്രാർത്ഥിക്കുന്നതെല്ലാം ഇതിനകത്താണ്. ഇത് വിസിറ്റ് ചെയ്ത് പിള്ളേരെ കാണാൻ വരുമ്പോൾ ഇവിടെയൊക്കെ നിന്ന് കാണും. പിന്നെ ഇത് നമ്മൾ കുളിക്കണ കുളിമുറിയൊക്കെ ഇവിടെയാണ് പറഞ്ഞത് കേട്ടോ. അത് ഹോസ്റ്റലിലെ പിള്ളേർ കുളിക്കുന്ന കുളിമുറി കാര്യങ്ങളെല്ലാം ഇതെന്ന് പറഞ്ഞു. എല്ലാം ഓർമ്മയുണ്ട് എനിക്ക്. എല്ലാം പൊസിഷനെല്ലാം ഇതാണ്. ഇവിടെ നമ്മളെ കുട്ടികൾ ഇവിടെ വന്നിട്ട് കുളിക്കണം, നനയ്ക്കണം, തുണി നനയ്ക്കണം എല്ലാം ഇവിടെ എല്ലാം നമ്മളിങ്ങനെ കളിക്കുന്ന സ്ഥലങ്ങളായിരുന്നു ഇതൊക്കെ. ഇത് നമ്മൾ തുണി നനയ്ക്കണം കേട്ടോ. ആ തുണിയിലൊക്കെ ഇപ്പോൾ ഉണ്ടോ തുണിയിലുണ്ട് അവിടെ. ഇത് നമ്മളെ ഈ 10-40 കുട്ടികളെ ഇവിടെ ഉണ്ടായിരുന്നു. നമ്മളെ ഈ കിച്ചണിലെ പാത്രങ്ങളെല്ലാം കഴിയുന്ന പൊസിഷൻ ലൊക്കേഷനല്ലേ ഇവിടെയാണ്. ഇത് വന്നിട്ട് നമ്മളെ കിച്ചണാണ് കേട്ടോ. നമ്മളെ ആൻറ്റി ആയ എല്ലാവരും നമുക്ക് ഇവരാണ് ഫുഡെല്ലാം ഉണ്ടാക്കി ഇട്ട് വയ്ക്കുന്ന സ്ഥലം ഇതാണ്. ഇതല്ലാതെ വേറൊരു കാര്യമാണ്. ഇത് കുഞ്ഞു പിള്ളേർ ഇവിടെ ഇരുന്നാണ് കഴിക്കണം. 4ാം ക്ലാസ്സിന് താഴെയുള്ള കുട്ടികളെല്ലാം ഇതിനകത്തിരുന്നായിരുന്നു ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നത്. നമ്മളൊരു സ്വപ്ന രോഗമായിരുന്നു ഇത്. നമ്മൾ 2 വർഷത്തെ പഴയ ഞാൻ നട്ട ചെടികൾ വരെ ഇപ്പോൾ ഇവിടെ കാണാൻ സാധ്യതയുണ്ട്. നമ്മളൊക്കെ പണ്ടൊക്കെ നട്ട ചെടികളൊക്കെയാണ് കുഞ്ഞിനെ നമ്മൾ നട്ട മാവും ഇതൊക്കെയാണ്. ഇത് വന്നിട്ടാണ് ഒരു ഭയങ്കര ക്ലാരിറ്റി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാർക്ക് പോലത്തെ ഒരു സ്ഥലം വരുന്നത്. എന്ത് പറ്റി ഇവിടെയൊക്കെ പിള്ളേർ പഠിക്കാത്തത് ഇങ്ങനെ ആയിപ്പോയതെന്തൊന്നും എനിക്കറിഞ്ഞത്. എന്തൊക്കെ പറഞ്ഞാലും ഇവിടെയാണ് ഞാൻ 2 വർഷം ഞാൻ താമസിച്ച റൂം ഇതാണ്. ഈ കഥ ഇതിനകത്താണ് ഞാൻ കിടന്നത്. ഇതിൻ്റെ മുകളിൽ ഇവിടെ ഡബിൾ ബെഡാണ് പറഞ്ഞത്. ഡബിൾ ബെഡിൽ ഇതിൻ്റെ മുകളിലത്തെ ബെഡിലാണ് ഞാൻ കിടന്നത്. ഇത് മൊത്തം നമ്മളെ പിള്ളേരെ റൂമുകളാണ്. ഇവിടെ ഇങ്ങനെ റൂമുകൾ വരും. ഇത് വന്നിട്ട് അതിൻ്റെ എൻട്രൻസ് ഇങ്ങനെയാണ് കേട്ടോ. ഇത് നമ്മളെ പ്ലേ ഗ്രൗണ്ടാണ് കേട്ടോ. ഇത് സ്റ്റെപ്പുണ്ട് കേട്ടോ. ഇത് സ്റ്റെപ്പുണ്ട്. ഈ സ്റ്റെപ്പ് കയറി ഇവിടെ വന്ന് ഇത് ഇത്ര നമ്മളെ പ്ലേ ഗ്രൗണ്ടാണ്. സ്കൂൾ പിള്ളേർ ഹോസ്റ്റലിലെ പിള്ളേരെല്ലാം ഇവിടെ വന്ന് കളിക്കണം. ഇത് വന്നിട്ട് നമ്മൾ ആൻറ്റിയുടെയും ടീച്ചർമാരെയൊക്കെ റൂമാണ്. ഇതാണ് അവരെ റൂം. ഇവിടെ വാർഡന്മാരെ നമ്മളെ നോക്കുന്ന ടീച്ചർമാരെ 3 ടീച്ചർമാരെയെല്ലാം റൂം ഇതാണ്. അതിനെന്തൊരു പറയാൻ, കഴിഞ്ഞ ഒരു 5-6 വർഷം മുമ്പ് ഇവിടെ വന്ന് ഒരു ആൻറ്റീനെയും പിള്ളേരെയൊക്കെ കണ്ടിട്ട് പോകണമെന്നൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ വരുമ്പോൾ ഒരു രൂപയ്ക്ക് മുട്ടായൊക്കെ വാങ്ങിച്ച് വരണമെന്ന് തോന്നുന്നത്. പക്ഷേ ഞാൻ വിചാരിച്ചില്ല ഇങ്ങനൊരവസ്ഥയിൽ ഇവിടെ ഇങ്ങനെ ആയി വരുമെന്നുള്ളത്. അത് എന്തൊക്കെയാണ് ചെയ്ത് ഇട്ടേക്കണതെന്ന് പോലും പറഞ്ഞുകൂടാ കേട്ടോ. രണ്ട് വർഷം ഞാൻ ഉണ്ടായിരുന്നു. ഒരുപാട് വർഷം ഇവിടെ പിള്ളേർ പഠിച്ചിട്ടുള്ള സ്ഥലമാണ്. എന്ത് പറ്റി നമ്മളെ ഹോസ്റ്റലിൽ ഇങ്ങനെ ഒരവസ്ഥ? വിഷമമുണ്ട്, ഒരുപാട് വിഷമമുണ്ട്. വന്നപ്പോൾ പിള്ളേർ കിടന്ന് ഓടി കളിക്കണ കാണാമെന്ന് വിചാരിച്ചു. ഇങ്ങനൊരവസ്ഥയിൽ എനിക്ക് ഈ സ്ഥലം കാണാൻ പറ്റിയൊരു ഭയങ്കര വിഷമമുണ്ട്. കുഴപ്പമില്ല, നമുക്ക് സ്കൂളിൽ പോവാം. ഇത് നമ്മൾ ഹോസ്റ്റലാണ്. ഇതല്ലാതെ ഇവിടെ സ്കൂളുണ്ട്. നമുക്ക് ഇതിനടുത്തുള്ള സ്കൂളുണ്ട്, ഒരു പള്ളിയും സ്കൂൾ. അതാണ് ഞാൻ പഠിച്ചത്.
എന്തായാലും ഹോസ്റ്റലിന് ഇവിടെ മതിൽ ചാടിയാണ് കേട്ടോ ഈ പ്രോപ്പർട്ടിക്കുള്ളിൽ ഇറങ്ങിയത്. ഇതിൽ കുഴപ്പമൊന്നും ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞില്ല. എന്നാലും ഞാൻ 2 വർഷം പഠിച്ച എൻ്റെ ഹോസ്റ്റൽ എനിക്ക് കാണാൻ പറ്റിയിട്ട് വളരെ സന്തോഷമുണ്ട്. സ്കൂളാണ് എന്തായാലും ഞാൻ പഠിച്ച എൻ്റെ ക്ലാസ്സിലോട്ടൊന്ന് പോകണമല്ല. ഇത് നമ്മളെ സ്കൂളിലെ ലബോറട്ടറി പറഞ്ഞ ഏരിയയാണ്. അതായത് സ്കൂളിലെ ലബോറട്ടറിയാണ്. ഫ്രണ്ടിൽ നിന്നുള്ള വീഡിയോ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ കിണർ ഇപ്പോഴും ഉണ്ട് കേട്ടോ. കിണർ ഭയങ്കര ഒരു സംഭവം. ഞാൻ എപ്പോഴും ഈ കിണറ്റിനകത്തായിരുന്നു. അതിനകത്ത് കുറച്ച് മീൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളെ സ്കൂളിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട്. അങ്ങോട്ട് ഭയങ്കര നമ്മളെ കൈ കഴിയണം. പഴയ നമ്മൾ കഴിയണ സ്ഥലം ഇതാണ്. ഞാൻ പഠിച്ച ക്ലാസ് മുറി. സ്കൂൾ വെക്കേഷൻ ആയതുകൊണ്ട് കൊള്ളാം. അതിലേക്ക് പാറശാല പഞ്ചായത്ത് 7th സ്റ്റാൻഡേർഡ് 8th സ്റ്റാൻഡേർഡ് ഹൈ ക്ലാസ്. എൻ്റെ ക്ലാസ്സിലിപ്പോൾ സ്കൂൾ നേഴ്സറി ആക്കിയതോ എൻ്റെ ക്ലാസ് 7A. നമുക്ക് കൃഷി തോട്ടം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് കാണാനില്ല. ആ സ്കൂളിന് ഒരുപാട് മാറ്റം നമ്മുടെ സ്കൂളിനുണ്ട്. കൃഷിത്തോട്ടമൊക്കെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഉണ്ടായിരുന്നു. എന്തായാലും സ്കൂൾ ഗ്രൗണ്ട് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ചുരുക്കി തോന്നും. അങ്ങോട്ടൊന്നും ഇപ്പോൾ കാമ്പൗണ്ട് ബൗണ്ടറി ഒന്നും ഇല്ല. അങ്ങനെ ഗ്രൗണ്ടെല്ലാം പറഞ്ഞാൽ ഈ പ്ലാവിൻ്റെ അപ്പുറത്തായിട്ട് വരും. പക്ഷേ സ്ഥലത്തിൻ്റെ പ്രശ്നം കാണാനായിരിക്കും സ്കൂളിന് ഗ്രൗണ്ടൊക്കെ ഇതിനകത്ത് ചുരുക്കിയിട്ടുണ്ട്. സ്കൂളിൻ്റെ എൻ്റെ 7ാം ക്ലാസ്സും എൻ്റെ 6ാം ക്ലാസ്സും 2 വർഷം സ്പെൻഡ് ചെയ്ത സ്പോട്ടാണ് പാറശാല പരശുവയ്ക്കൽ. പക്ഷേ എൻ്റെ ക്ലാസ് അങ്ങറ്റം 7A പറഞ്ഞത്. ഇത് സ്കൂളിൻ്റെ എന്തോ സംഭവം. നമ്മളെ സ്കൂളിൽ ബാത്റൂമൊക്കെ ഉണ്ട്. അവിടെ കാരണം എടുത്തുകൂടാ. സ്കൂളാണ്. നമ്മൾ പെർമിഷനൊന്നും കൊടുത്തിട്ടല്ലേ എടുക്കണം. കലിപ്പാവ് വന്നു. ഞാൻ പഠിച്ച ഒരു കുട്ടിയല്ലേ ഇവിടെ, അന്നേരം ഒന്നും പറയില്ലായിരിക്കും. ഞാൻ പഠിച്ച ക്ലാസ് അതാണ് 7A. അതിനകത്ത് കയറി ഫോട്ടോ എടുത്തായിരുന്നു. എന്നാലും സ്കൂളിൻ്റെ ഫ്രണ്ടിലോട്ട് പോകാം. പണ്ട് 6ാം ക്ലാസ് 7ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്. ഹോസ്റ്റലിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടെ ഈ സ്കൂളിൽ നിന്ന് വരാൻ വേണ്ടിയിട്ട് വന്ന് ഇങ്ങനെ കറങ്ങണം. അതെൻ്റെ 7ാം ക്ലാസ്സായിരുന്നു. പിന്നെ സാറന്മാരൊക്കെ ഇവിടെ കാണുന്നുണ്ട്. ഞാൻ 6ാം ക്ലാസ് പഠിച്ചു ഇവിടെയാണ്.